ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രോക്കൺ വീറ്റ് പായസം, നുറുക്ക് ഗോതമ്പ് വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ml 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്തത് ഈ ബ്രോക്കൺ വീറ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എന്നിട്ട് അത് ഞാൻ അതിന് നല്ലതായിട്ട് വെള്ളം എല്ലാം ഡ്രെയിൻ ഔട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ആ പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ടൈം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് കഴുകിയിട്ട് നമുക്കിത് ചെയ്യാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തു വെച്ചു. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു. അതിലേക്ക് ഈ നുറുക്ക് ഗോതമ്പിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്ത് ഒന്നെടുക്കാം നമുക്ക്. അത് ഈ പച്ച കുത്ത് ആ ഒരു ടേസ്റ്റ് ഇല്ലാതാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാതെയും ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇങ്ങനെ ഒരു 3 to 5 മിനിറ്റ് വരെ ഈ ഗീക്കകത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇത് ഇപ്പോൾ ഒരു 3.5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ള ഒരു നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്, റോസ്റ്റ് സ്മെല്ല് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് 2.5 തൊട്ട് 3 വരെ പോകാം. പക്ഷെ ഞാൻ ഇവിടെ 2.5 കപ്പ് തിളച്ച വെള്ളമാണ് എടുക്കുന്നത്. പച്ചവെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനിയും നമ്മൾ കുക്കർ എടുത്ത് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് വിസിൽ വന്ന് ഒരു 8 to 10 മിനിറ്റ്സ് സ്റ്റൗവിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽസ് വരുന്നത് വരെ കുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കുക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ വിസിൽ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ കംപ്ലീറ്റ് ആ പ്രഷർ പോയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. ഇത് ഗോതമ്പ് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ബ്രോക്കൺ വീറ്റിന് 1.5 കപ്പ് ശർക്കര പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതല്ല മറ്റേ പീസാണ് എടുക്കുന്നെങ്കിൽ ഏകദേശം 400 to 500 വരെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര പാനിയാക്കി എടുക്കാം. ഇത് 1.5 കപ്പാണ് ഞാൻ എടുത്തെന്ന് പറഞ്ഞില്ല. അത് 1 തൊട്ട് 1.5 കപ്പ് വരെ ആകാം, മധുരം അവരവരുടെ ആവശ്യത്തിന്. അതേസമയം നമ്മൾ മറ്റേ പീസായിട്ടുള്ള ശർക്കര ആണെങ്കിൽ പിന്നെ അതും ഇതുപോലെ തന്നെ 400 grams to 500 വരെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി നമുക്ക് എടുക്കാം. മറ്റേ ശർക്കര എടുക്കുന്നെങ്കിൽ 1 കപ്പ് വെള്ളം എടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് പാനിയാക്കി എടുക്കുക. നമ്മളുടെ ശർക്കര നല്ല പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഏകദേശം ഒരു ശർക്കര പൗഡർ ആയതുകൊണ്ട് ഒരു 3-3.5 മിനിറ്റ്സ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. എപ്പോഴും പായസം വെക്കുമ്പോൾ നല്ല കട്ടിയുള്ളതായിട്ടുള്ള വെസൽ വെക്കുന്നതാണ് നല്ലത്. നല്ല ഉരുളിയുള്ളവർക്ക് അത് യൂസ് ചെയ്യും. അതല്ലാത്തവർ നല്ല ചൂട് കട്ടിയുള്ള പാത്രം വെക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളതായ ഇത് വെന്തോ എന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ളതായ ശർക്കര ഞാൻ ഒന്ന് സീവ് ചെയ്ത് ഒഴിക്കുകയാണ്. ഇനിയും ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വേകുക. ഇതിൻ്റെ ശർക്കര എല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഞാൻ ശർക്കര ഒഴിച്ചതിന് ശേഷം എക്സാക്ട് 10 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി. ഇനിയും ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ ഇടുന്നു. അതിട്ട് 2 മിനിറ്റ്സ് ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. നെയ്യെല്ലാം ഇതായി. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ടിൻ്റെ തേങ്ങയുടെ 2ാം പാല്. ഇത് ഏകദേശം 3 കപ്സ് ഉണ്ട്. 250 ml. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുക. ഇനി പാലില്ല, ഈ പാല് ഇല്ലാത്തവർക്ക് പിന്നെ മറ്റ് പശുവും പാലോ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ പായസത്തിന് ഇങ്ങനെയുള്ളതിന് ടേസ്റ്റ് ഇങ്ങനെ ഈ കോക്കനട്ട് മിൽക്ക് തന്നെ ആണ് നല്ലത്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ലംസ് ഒന്നും ഇല്ലാതാകുക. ഇതിനകത്ത് ലംസ് ഒന്നും കാണാൻ പാടില്ല. അതേപോലെ ഇളക്കിയെടുക്കൊണ്ടിരിക്കുക. 2ാം പാല് ഒഴിച്ച ശേഷം ഒരു ഈ സ്റ്റേജിലെത്താൻ ഒരു 12 മിനിറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാർഡമം പൗഡർ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. പക്ഷേ അതെല്ലാം കൂടെ ടോട്ടൽ 3ഉം കൂടെ എടുക്കുന്നവരാണെങ്കിൽ എല്ലാം കൂടെ നമ്മൾക്ക് 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അതിന് പകരമായിട്ട് ഞാൻ 1 ടീസ്പൂൺ കാർഡമം പൗഡർ എടുത്തു. അത് ഞാൻ ഇതുമായിട്ട് നന്നായിട്ട് ജോയിൻ ചെയ്യുകയാണ്. നന്നായിട്ട് ഇത് പറ്റിയിട്ടുണ്ട്. ടോട്ടൽ ഒരു 13 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിൽ വരാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഈ 1ാം പാലും കാർഡമം പൗഡറൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് ഒന്ന് ചൂടായാൽ മതി. ഒരു 1 or 2 മിനിറ്റ്സ്. അതിൽ കൂടുതൽ 1ാം പാൽ ഒഴിച്ച ശേഷം നമ്മൾ ചൂടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തുള്ളവരുണ്ടെങ്കിൽ അതും നമുക്ക് അല്പം നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഗീ ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ടോട്ടൽ ഈ പായസത്തിന് വേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂൺസ് ഗീ ആണ് യൂസ് ചെയ്തത്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടു. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കട്ടെ. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കിസ്മിസ് ഇതിലേക്ക് ചേർക്കുക. തേങ്ങാക്കൊത്ത് ഇടുന്നവർ ആദ്യം തന്നെ ഇത് രണ്ടും ചെയ്യുന്നതിന് മുമ്പ് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ട് പിന്നെ ഇത് രണ്ടും കൂടെ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് നുറുക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് മധുരം അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക. പിന്നെ അതുപോലെ ഗീയുടെ അളവ് കുറയ്ക്കേണ്ടവർക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ യമ്മി ഗോതമ്പ് നുറുക്ക് പായസം, ബ്രോക്കൺ വീറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരണം, കമൻറ്റ് പറയണം. എങ്കിലേ എനിക്ക് എന്താ പറയുന്നത് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ ഇതിലൂടെ ഈ പഴം കൂട്ടിക്കയറ്റാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക, ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ താമസിയാതെ എത്തുന്നതായിരിക്കും. താങ്ക് യു.